ഇതില് പല കഥാപാത്രങ്ങളും റിവീൽ ചെയ്യുന്നില്ല, ഫേസ് റിവീൽ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ആസിഫിക്കയുടെ വൈഫിനെ റിവീൽ ചെയ്യുന്നില്ല, പിന്നെ അതേപോലെ തന്നെ മദറിനെ റിവീൽ ചെയ്യില്ല. അതിന്റെ കാരണം എന്താണ്? ഇവര് രണ്ടും ആണല്ലോ പോകുന്നത്. ഇവര് രണ്ടുപേരോടെ കഥ സഞ്ചരിക്കുന്നുണ്ട്. നമുക്കത് ഈസിയായിട്ട് റിവീൽ ചെയ്യാമായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കട്ട് ഇവരുടെ പെങ്ങളുടെ അടുത്തിട്ട് പോകാം, പ്രിൻസിന്റെ ഭാര്യ എടുത്തിട്ട് പോകാം, അമ്മച്ചിയുടെ എടുത്തിട്ട് പോകാം. അതൊക്കെ ചെയ്യാമായിരുന്നു. ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഒരു യാത്രയാണ്. അതെ, അത് മുറിഞ്ഞു പോകണം വിചാരിച്ചു ഇവരുടെ യാത്ര. നമ്മൾ പ്ലാൻ ചെയ്തതും തങ്കത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇവര് വേറൊരു തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. ആ യാത്ര മാത്രമാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചത്. അത് മാത്രമാണ്, അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ ചോദ്യം വന്നതുകൊണ്ട് രണ്ടുപേരോടാണ് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒന്നും പറഞ്ഞാൽ അത് മതിയാവില്ല. അതുകൊണ്ട് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അപർണ ബാലമുരളിയും രജിഷ വിജയനും അച്ചു വർഗീസ് 3 പേരാണ് ഈ സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് കേട്ട് ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞാൻ നേരത്തെ റോഷാക്കിന്റെ സമയത്ത് പറഞ്ഞ കണ്ണ് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ ശബ്ദം കണ്ടവർ മനസ്സിലാക്കി. ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ അവർ ശബ്ദം കൊണ്ട് മുന്നോട്ട് വന്നു. അപ്പം ഒരു പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്